ആദ്യമേ നിങ്ങൾ ഈ ഒരു കൈ വിട്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ ഡയറക്റ്റ് പോകരുത്. ഓക്കെ, ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ ഡയറക്റ്റ് പോകരുത്. ആദ്യം നിങ്ങൾ ഓട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുക, പതിയെ കൈ ഒന്ന് ജസ്റ്റ് മാറ്റി. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 വീലറിൻ്റെ റോഡ് ടെസ്റ്റ് സമയത്ത് നമ്മുടെ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നത് ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ 2 കൈ പിടിച്ച് വാഹനം ഓട്ടിച്ചിട്ട് പെട്ടെന്ന് ഒരു കൈ എടുത്ത് ഒരു സിഗ്നൽ കാണിക്കുമ്പോൾ പലപ്പോഴും ബാലൻസ് തെറ്റി പോവുക, വീഴാനായിട്ട് പോവുക, വീഴുക, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ടെസ്റ്റ് ഫെയിൽ ആവാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആ ഒരു ഹാൻഡ് സിഗ്നൽ നല്ല ബാലൻസോടെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണിതും. നമ്മൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ. പക്ഷേ ഇത്ര ഉള്ളൂ എന്നല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അല്ല, ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നിങ്ങൾ ഈ ഒരു കൈ വിട്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ ഡയറക്റ്റ് പോകരുത്. ഓക്കെ, ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ ഡയറക്റ്റ് പോകരുത്. ആദ്യം നിങ്ങൾ ഓട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുക, പതിയെ കൈ ഒന്ന് ജസ്റ്റ് മാറ്റി നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ അത്യാവശ്യം ഓടി വരുമ്പോഴേക്കും അതൊന്ന് ക്ലിയർ ആവും. ഓക്കെ, ഈ ഒരു കൈ മാത്രം വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് വാഹനം മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ബാലൻസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനതാ താക്കോൽ ഓൺ ചെയ്തു. നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ പതിയെ പോവുകയാണേ. ഓക്കെ, അത്യാവശ്യം ഒരു ഗ്രൗണ്ടായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഇത് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ഗ്രൗണ്ടായിരിക്കും. റോഡിലിറങ്ങി ഇതൊന്നും പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് കുറഞ്ഞ റോഡാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഗ്രൗണ്ടായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് 2 കൈ ഓടിച്ചൊന്ന് ഓട്ടിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളത് അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളണേ. ഓക്കെ, അതാ ജസ്റ്റ് ഓട്ടിക്കുന്നു. ഇതാ പതിയെ കൈ എടുക്കുക കേട്ടോ. അതാ പതിയെ കൈ ഒന്ന് മാറ്റി നോക്കുക കേട്ടോ. കൈ പയ്യെ മാറ്റി നോക്കുക. പയ്യെ ഒരുമിച്ച് മാറ്റരുത്, ജസ്റ്റ് കുറച്ചൊന്ന് മാറ്റിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും, തെറ്റും പോലെയൊക്കെ തോന്നും, ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ പയ്യെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, പതിയെ കൈ മാറ്റുക. നിങ്ങളുടെ ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷമേ കൈയെടുത്ത് മാറ്റാവൂ കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടിയിൽ അത്യാവശ്യം സ്പീഡ് വേണം, കുറച്ചെങ്കിലും ഒന്ന് സ്പീഡ് വേണം, എങ്കിലേ ഈ പറഞ്ഞ രീതിയിൽ കൈ എടുക്കുമ്പോൾ വണ്ടി പോവുള്ളൂ. അല്ല, ആക്സിലേറ്റർ കൊടുക്കാതെ ചുമ്മാ നമ്മളിരുന്നിട്ട് കൈയെടുത്ത് മാറ്റി കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആക്സിലേറ്റർ ജസ്റ്റ് കൊടുത്ത് വണ്ടി ഒന്ന് റണ്ണിങ് ആവുമ്പോൾ, ജസ്റ്റ് ഇപ്പോൾ റണ്ണിങ് ആയി, അപ്പോഴെന്ത് ചെയ്യുക, ജസ്റ്റ് കൈ എടുത്ത് നോക്കുക, വീണ്ടും കൊടുക്കുക, വീണ്ടും എന്ത് ചെയ്യുക, കൈ എടുത്ത് നോക്കുക. ഇങ്ങനെ പയ്യെ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ആക്സിലേറ്റർ കൊടുക്കുക, പയ്യെ കൈ എടുക്കുക, വീണ്ടും ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുക്കുക, കൈ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി ആദ്യം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ഓടിത്തെളിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ക്ലിയർ ആവും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൈ പയ്യെ എടുക്കുക, ഇവിടെ ഒന്ന് വയ്ക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ കാൽമുട്ടിൻ്റെ മേളിലത്തെ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, കൈ ജസ്റ്റ് വെച്ച് ഒന്ന് ഓട്ടിച്ച് ചെയ്യുക. അതുപോലെ കുറച്ചുകൂടെ സമയം കൂടുതൽ ഓട്ടിക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ആയാലും നമുക്ക് അത്രയും ലോങ് അല്ല, അപ്പോൾ അത്യാവശ്യം വലിയ ഗ്രൗണ്ടൊക്കെയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ജസ്റ്റ് ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് പോവുകയാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് റണ്ണിങ് ആയപ്പോൾ ഞാൻ അതാ കൈ വെച്ചു. ഓക്കെ, കുറച്ച് നേരം ഇങ്ങനെ വച്ചിരുന്ന് ഓട്ടിക്കാൻ നോക്കുക. ജസ്റ്റ് അടുത്ത വണ്ടി വീണ്ടും നമ്മളെ ഹാൻഡിലൊക്കെ തെറ്റി ഒന്ന് വീഴാൻ പോകുമെന്ന് തോന്നുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, കയറി പിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ വീണ്ടും ആക്സിലേറ്റർ കൊടുത്ത് പോവുകയാണ്. വണ്ടി ഒന്ന് ജസ്റ്റ് റണ്ണിങ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൈ അവിടെ നിന്ന് മാറ്റി, അപ്പോൾ ഞാൻ കാൽമുട്ടിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നിൽക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ആക്സിലേറ്റർ കൊടുത്തു. ഓക്കെ, വീണ്ടും ഒന്ന് റണ്ണിങ് ആകുമ്പോൾ വീണ്ടും കൈ എന്ത് ചെയ്യുക, ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കൈ വെച്ച്, അതായത് നമ്മുടെ ഇടത് കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മളാവും. ഓക്കെ, നമ്മുടെ ഇടത് കൈ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ബാലൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഹാൻഡ് സിഗ്നൽ കാണിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പറ്റും. ഓക്കെ, അതും ആദ്യമേ നിങ്ങൾ സ്റ്റോപ്പും സ്ലോ ഡൗണൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. ആദ്യം ജസ്റ്റ് വലത്തേക്കുള്ളത് മാത്രം ഒന്ന് ആക്കി പഠിക്കുക കേട്ടോ. ആദ്യം ഏറ്റവും എളുപ്പം അതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, വലത്തേക്കുള്ളത് പഠിക്കുക. ഓക്കെ, നമുക്കിനി അത് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇതാ പോവുക, ഒന്ന് റണ്ണിങ് ആയതിന് ശേഷമാണ് ഇത് ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് ഇതാ ഇതുപോലെ വയ്ക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ വീഴാൻ പോവുകയാണ്, അല്ലെങ്കിൽ തെറ്റ് വന്ന് തോന്നുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, കൈ വീണ്ടും തിരിച്ച് പിടിക്കുക. വീണ്ടും ജസ്റ്റ് റണ്ണിങ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതാ ഹാൻഡ് സിഗ്നൽ കാണിക്കുക, വീണ്ടും എന്ത് ചെയ്യുക, നിൽക്കാറാകുമ്പോൾ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് കാണിക്കാൻ. ഓക്കെ, അടുത്ത നമ്മൾ സ്റ്റോപ്പ് നോക്കാം. ഇതേ മെത്തേഡ് തന്നെ. ഇതിപ്പോൾ ഞാൻ ഒറ്റ വീഡിയോയിലാണ് ഇതെല്ലാം ചെയ്തത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന ഒരു 10 മിനിറ്റത്തെ വീഡിയോ വെച്ച് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ എനിക്കായാലും അത്യാവശ്യം ഓട്ടിച്ച് ശീലമുള്ളതുകൊണ്ടാണ് പറ്റുന്നത്. ഓട്ടിച്ച് ശീലമുള്ളവർക്ക് എളുപ്പമാണ്. ഇപ്പോൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സമയമെടുത്ത് തന്നെ ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് പഠിച്ചെടുക്കാം എന്ന് കരുതി ആരും പോകരുത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് സ്റ്റോപ്പ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതാ റണ്ണിങ് ആണ്, വണ്ടി ഒന്ന് ഓടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് കാണിക്കുകയാണേ. ഓക്കെ, സ്റ്റോപ്പ് ഇതാ പോകുന്നുണ്ട്. ഓക്കെ, വീണ്ടും ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു, വണ്ടി ഒന്ന് റണ്ണിങ് ആയി, സ്റ്റോപ്പ് കാണിച്ചു. ഓക്കെ, പയ്യെ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, സിമ്പിളാണ്, ബാലൻസായി വരും കേട്ടോ. നമ്മൾ ആദ്യത്തെ
ഈ ഹാൻഡ് സിഗ്നൽ വലത് കാണിക്കുമ്പോഴേക്കും നമ്മൾ ഒരുവിധം തറവായിരിക്കും കേട്ടോ. നിങ്ങൾ ബാക്കി ഇത്രയും ഇതിന് മുമ്പ് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതും ചെയ്യാനായിട്ട് പറ്റും, വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ് സ്ലോ ഡൗൺ ആണ്. ഓക്കെ, സ്ലോ ഡൗൺ മാത്രം ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞ് ഓക്കെ, ഇതാ ആക്സിലേറ്റർ കൊടുക്കുക, ഒന്ന് റണ്ണിങ് ആകുമ്പോൾ എന്ത് ചെയ്യുക, സ്ലോ ഡൗൺ 1 2 3. ഓക്കെ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് റണ്ണിങ് ആയി തുടങ്ങുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, സ്ലോ ഡൗൺ സിഗ്നൽ 1 2 3. ഓക്കെ, അപ്പോൾ ഈ രീതി പഠിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത് 3 കൂടെ ഒരുമിച്ച് ചെയ്ത് നോക്കാം, എളുപ്പമാണ്. അപ്പോൾ റോട്ടേഷൻ്റെ സമയത്ത് നമുക്ക് മെയിനായിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ സ്റ്റോപ്പും ആണ്. നമുക്ക് ഇത് രണ്ടും അടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലാതെ വലത് സൈഡൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് ആവശ്യം. ഓക്കെ, വണ്ടി എടുക്കുന്നതിന് മുമ്പാണ് വലത് സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമ്മൾ ഹാൻഡ് സിഗ്നൽ കാണിച്ച് നോക്കുന്നത്. അല്ലാതെ മെയിനായിട്ട് തെറ്റ് പറ്റുന്നത് എവിടെയായിരിക്കും, അല്ലെങ്കിൽ വണ്ടി ബാലൻസ് തെറ്റുന്നതൊക്കെ നമ്മൾ ഈ പറഞ്ഞ സ്ലോ ഡൗൺ സ്റ്റോപ്പും കാണാം. അപ്പോൾ നമുക്ക് ഇനി ഒറ്റ ടേക്കിൽ അത് എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അത് ഇതേ കണക്ക് തന്നെയാണ്, ആക്സിലേറ്റർ കൊടുത്ത് റണ്ണിങ് ആയതിനു ശേഷം മാത്രം ചെയ്യുക. പിന്നെ അതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിലർക്കൊക്കെ ഇച്ചിരി ടെൻഷനോ കാര്യങ്ങളൊക്കെ കാണും, മനുഷ്യരാണ്, സ്വാഭാവികമാണ്, ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ ആക്സിലേറ്ററൊന്നും ആ ഒരു ടെൻഷനിൽ എന്ത് ചെയ്യരുത്, അമിതമായി പോകരുത്. അങ്ങനെ അമിതമായി പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ സിഗ്നൽ കാണിക്കാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുരക്ഷ ആദ്യം ഉറപ്പ് വരുത്തുക കേട്ടോ. റെസ്റ്റ് നമുക്ക് വീണ്ടും പോവാം. ഓക്കെ, അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട, വളരെ കൂളായിട്ട് ചെയ്യുക കേട്ടോ. വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കുക, വളരെ കൂളായിട്ട് ചെയ്യുക. ആക്സിലേറ്റർ ആവശ്യമായ അളവിൽ കൊടുക്കുക, കുറഞ്ഞും പോകരുത് കൂടിയും പോകരുത്. ഓക്കെ, അത്യാവശ്യം റണ്ണിങ് ആണെങ്കിൽ നമുക്കിത് കാണിക്കാൻ പറ്റുള്ളൂ. തീരെ സ്ലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡ് സിഗ്നൽ കാണിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് റണ്ണിങ്ങിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ആക്സിലേറ്റർ കൊടുത്ത് പോയാണ്. എന്തായാലും അവിടെ തിരിച്ച് വരുമ്പോഴേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഇതാ റൺ ചെയ്തു. അത്യാവശ്യം റണ്ണിങ്ങിലാണിപ്പോൾ. ഇനി നേരെ അജിൻ്റെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ. ഓക്കെ, സ്ലോ ഡൗൺ 1 2 3 സ്റ്റോപ്പ്. ഓക്കെ, എന്നിട്ട് ഞാൻ പയ്യെ ഈ ഒരു കൈ ഉപയോഗിച്ചാണ്, എൻ്റെ ഇടത് കൈ ഉപയോഗിച്ചാണ് ഞാൻ എന്ത് ചെയ്ത് ഇപ്പോൾ ബ്രേക്ക് ജസ്റ്റ് പിടിച്ച് ഒന്ന് സ്ലോ ചെയ്ത്. ഇപ്പോൾ എക്സലായതുകൊണ്ട് ബൈക്കിലാണെങ്കിൽ നമ്മൾ കാലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചവിട്ടി പയ്യെ സ്ലോ ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, സിമ്പിളല്ലേ? പയ്യെ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോഴായാലും എപ്പോഴായാലും കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിക്കുക, ചിൻ സ്ട്രാപ്പ് ധരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിൽക്കുമ്പോൾ വീണാലും മതി, എന്തെങ്കിലും ഒരു പറ്റേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കുക. അപ്പോൾ സിമ്പിളാണ്. ഇനിയും ഹാൻഡ് ബാലൻസ് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവരെന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റിയെങ്കിലും ശരി, പറ്റിയില്ലെങ്കിലും ശരി, നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം, കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റിൽ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഗുഡ് ബൈ.